കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ച് സർക്കാർ. ഉന്നതതല സാങ്കേതിക സമിതിയെ നിയോഗിച്ച ഉത്തരവ് മരവിപ്പിച്ച് ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവിറക്കി. സർക്കാരിന്റെ പുതിയ നീക്കം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാലുണ്ടാകുന്ന തിരിച്ചടി ഭയന്നാണ്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടും സർക്കാർ പൂഴ്ത്തിയിരിക്കുകയാണ്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രജിത് മോഹൻ നൽകും. പ്രജിത്ത്, ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഗൗതം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ജൂലൈ 3-നാണ് ഇത്തരമൊരു അപകടമുണ്ടാകുന്നതും തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന യുവതി മരിക്കുന്നതും. ഇത് വലിയ രീതിയിൽ സർക്കാരിനും ആരോഗ്യവകുപ്പിനുമൊക്കെ നാണക്കേടുണ്ടാക്കിയിരുന്നു. സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളുടെ കാലപ്പഴക്കവും ബലക്ഷയവും ഒക്കെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ സർക്കാരിന് തുടർച്ചയായ വീഴ്ചകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ കൃത്യമായ അന്വേഷണത്തിന് പോലും സർക്കാർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുകയും ആ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തുകയും ചെയ്തു. നമ്മൾ പുരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടിട്ട് പോലും അത് നടപടിക്കായി ഉന്നതങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നതിനാൽ ആ റിപ്പോർട്ട് ലഭ്യമാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിചിത്രവാദമാണ് ആരോഗ്യവകുപ്പ് ഉയർത്തിയത്. അതിന് പിന്നാലെ സെപ്റ്റംബർ 1-ന് ഈ രീതിയിലൊരു വിദഗ്ധ ടെക്നിക്കൽ സമിതിയെ രൂപീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. PWD വകുപ്പിലെ 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു, ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ പ്രതിനിധികളടക്കം 5-അംഗ സമിതിയാണ് സെപ്റ്റംബർ 1-ന് സർക്കാർ രൂപീകരിച്ചത്. പിന്നാലെ 15 ദിവസത്തിനകം ഈ സമിതി റിപ്പോർട്ട് നൽകണമെന്ന ഒരു നിർദ്ദേശവും നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ സമിതി സമയപരിധി കഴിഞ്ഞിട്ടും റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 25-ന് സർക്കാർ ഈ വിദഗ്ധ സമിതിയെ, ഈ ടെക്നിക്കൽ കമ്മിറ്റിയെ, ആ കമ്മിറ്റിയെ രൂപീകരിച്ച് അല്ലെങ്കിൽ അവരെ അന്വേഷണത്തിന് നിയോഗിച്ച ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. NIT, IIT തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹായമടക്കം തേടി ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ നിർദ്ദേശം. അതുപോലും നടപ്പിലാകാത്തൊരു സാഹചര്യമുണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഈ സമിതിയെ നിയോഗിച്ച ഉത്തരവ് മരവിപ്പിക്കുന്നു എന്ന് അതിൽ കൃത്യമായി പറയുന്നില്ല. പക്ഷേ ആ സമിതിയെ നിയോഗിച്ച ഉത്തരവ് മരവിപ്പിക്കുന്നു എന്ന് മാത്രമാണ് ആരോഗ്യവകുപ്പിൻ്റെതായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഒരു ജിയോയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, PWD വകുപ്പ് നേരത്തെ ഈ വിഷയത്തിലൊരു പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ടോ അതിൻ്റെ വിശദാംശങ്ങളോ ഈ ഘട്ടം വരെ സമർപ്പിക്കപ്പെടുകയോ പുറത്തു വരികയോ ചെയ്തിട്ടില്ല. അതിനൊപ്പം തന്നെ ഈ വിദഗ്ധ സമിതി കൂടി പരിശോധന നടത്തുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്താൽ സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പല ആശുപത്രികളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയൊക്കെ പറയാം, ആ രീതിയിലുള്ള ആശുപത്രികളിലൊക്കെ ഇത്തരത്തിൽ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ, ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ രോഗികളെ പാർപ്പിക്കുന്നതും ആശുപത്രി പ്രവർത്തനങ്ങൾ നടത്തുന്നതുമൊക്കെ ഓരോ ദിവസമായി പുറത്തു വരികയാണ്. പലയിടത്തും കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് പാളികൾ പോലും അടർന്നു വീണ് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും അങ്ങനെ ഒരു അപകടമുണ്ടായപ്പോൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ കെട്ടിടങ്ങളുടെ അവസ്ഥ എന്തെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ആരോഗ്യവകുപ്പിനെതിരെ വ്യാപകമായി ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ തുടർച്ചയായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും, അല്ലെങ്കിൽ സർക്കാരിന് അത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമിതിയെ വളരെ രഹസ്യമായി തന്നെ ഈ സമിതിയുടെ പ്രവർത്തനം അത് ബ്ലോക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന രീതിയിൽ സമിതിയെ നിയോഗിച്ച ഉത്തരവ് തന്നെ സർക്കാർ മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നേരത്തെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പോലും സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല. ഗൗതം, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ അന്വേഷണം അട്ടിമറിക്കുവാനുള്ള വലിയ ശ്രമം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്. കേരള